friends, well, it's Michelle. Welcome back to my channel. Hello, it's Michelle. അപ്പം നമ്മൾ ഇന്നിവിടെ എങ്ങനെ ഒരു വാഹനത്തിൻ്റെ ഓണർ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ മൊബൈൽ ലഭിക്കുള്ളൂ. സോ ഫ്രണ്ട്സ്, നമുക്ക് നമ്മളിലോട്ട് പോകാം. ഞാൻ എൻ്റെ പഴയ യൂട്യൂബ് ചാനൽ MVD എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് കേരളയിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ MVD എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് പുതിയ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതെല്ലാം ഇപ്പോൾ മറ്റൊരു വെബ്സൈറ്റിലൂടെ പോകുന്നത്. അപ്പോൾ ആ വെബ്സൈറ്റ് ഉപയോഗിച്ച് എങ്ങനെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തുടർന്ന് ചെയ്യേണ്ട എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഫസ്റ്റ് തന്നെ നമ്മുടെ ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഇനി അവിടെ സെർച്ച് ബാറിൽ പരിവാഹൻ വെഹിക്കിൾ ഓണർ ഡീറ്റെയിൽസ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അവിടെ RC DL സ്റ്റാറ്റസ് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ 2 കോളങ്ങൾ കാണാം. അതിലെ ഫസ്റ്റ് കോളത്തിൽ നമ്മുടെ വാഹന നമ്പറിൻ്റെ സ്റ്റേറ്റ് കോഡ്, പിന്നെ RTO ഓഫീസ് നമ്പർ, സീരീസ്, ഇതൊക്കെയാണ് അടിക്കേണ്ടത്. അതായത് ഉദാഹരണത്തിന് ഇപ്പം സ്റ്റേറ്റ് കോഡ് KL, അതായത് KL1CU, KL1A, KL1AB, അങ്ങനെ നമ്മൾ അടിച്ചു കൊടുക്കാവുന്ന ഫസ്റ്റ് കോളത്തിലാണ്. പിന്നെ അവസാനത്തെ 4 അക്ക നമ്പർ, ഫാൻസി നമ്പർ എന്ന് പറഞ്ഞാൽ KL1, KL58 KL58A1, അങ്ങനെയൊക്കെ ഉള്ള ഒറ്റ അക്ക നമ്പറാണെങ്കിൽ നമ്മൾ ഈ സെക്കൻഡ് കോളത്തിലാണ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ലാലേട്ടൻ്റെ വാഹനത്തിൻ്റെ നമ്പറാണ് അടിച്ചു കൊടുക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പുതിയ ടൊയോട്ട വെൽഫെയർ ഹൈബ്രിഡ് പെട്രോൾ മോഡലാണ് നമ്മൾ ഇവിടെ അതിൻ്റെ നമ്പറാണ് അടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, വാഹനത്തിൻ്റെ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന എൻ്റർ വെരിഫിക്കേഷൻ കോഡ് എന്ന് പറയുന്ന കോഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, അതിൻ്റെ തൊട്ടടുത്തുള്ള കോളത്തിൽ കാണുന്ന ആ ലെറ്റേഴ്സ് നമ്മളോട് അടിച്ചു കൊടുക്കുക. സ്മോൾ ആണെങ്കിൽ സ്മോളായിട്ടും ക്യാപിറ്റലാണെങ്കിൽ ക്യാപിറ്റലായിട്ടും നമ്മൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യണം. എന്നിട്ട് ചെക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, ആ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, രജിസ്ട്രേഷൻ ഡേറ്റ്, എൻജിൻ നമ്പർ, വെഹിക്കിൾ ക്ലാസ്, ഫ്യൂൾ ടൈപ്പ്, ഫിറ്റ്നസ് അപ് ടു, ഇൻഷുറൻസ്, റോഡ് ടാക്സ്, ചാസിസ് നമ്പറിൻ്റെ അവസാനത്തെ 5 അക്കം ഒഴികെ ബാക്കിയെല്ലാം നമുക്കിവിടെ ഡിസ്പ്ലേ ആയിട്ട് കാണാം. അതെന്നാണ് രജിസ്റ്റർ ചെയ്തത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ ലഭിക്കുള്ളൂ. സോ ഫ്രണ്ട്സ്, നമുക്കൊരു അടുത്ത പുതിയ വീഡിയോ കാണാം. അപ്പം ഞാൻ എങ്ങനത്തെ വീഡിയോകളാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പോൾ ഞാൻ നടത്തുന്നുണ്ട്. അപ്പോൾ ആ പോളിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ടോപ്പ് റൈറ്റ് സൈഡിൽ കാണുന്ന 5 പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 2 ഓപ്ഷൻസ് കാണാവുന്നതാണ്. അല്ലെങ്കിൽ ആ 2 ഓപ്ഷൻസിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ഇല്ലെങ്കിൽ അതർന്ന് കൊടുത്തതിന് ശേഷം ഈ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊരു പുതിയ വീഡിയോ കാണാം.